ദർശിക്കുട്ടാ എന്തോ നമുക്ക് കുറച്ചു നേരം കളിക്കുക. ആ അമ്മാമ്മ കാർഡ് കാണിക്കും, അതിലത്തെ കാര്യങ്ങൾ ദർശു പറയണം. പറയാൻ പറ്റുമോ? പറയാം. ഓക്കെ. ആയ് വായിക്ക് ദർശു, വായിക്ക്. The monkey what happened? വാട്ട് എന്ന് വെച്ചാല് എന്ത് 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 സംഭവിച്ചു, എന്താണ് ഇവിടെ നടന്നത്, അതാണ് ദർശു പറയേണ്ടത്. ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. ക്ലൂ വായിച്ചേ. The monkey won the race. എന്നുവെച്ചാല് മങ്കി ജയിച്ചു. അല്ലടാ, ഞാൻ ചോദിക്കാം. ഇത് വായിച്ച മങ്കി വോൺ ദ പ്രൈസ് റേസ് എന്നുവെച്ചാൽ എന്താണ്? എന്താണ് അർത്ഥം? മങ്കി 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 റേസ് റേസ് മങ്കി റേസ് റേസ് തോറ്റോ ജയിച്ചോ? മങ്കി റേസ് ഗെയിം ജയിച്ചു. പിന്നെ ഇത് കണ്ടിട്ട് ദർശുന് എന്തൊക്കെയാ മനസ്സിലായത്? അമ്മ പതുക്കെ പതുക്കെ നടന്നിട്ട് തോറ്റു, ജയിച്ചു. മുയൽ ഉറങ്ങിയിട്ട് തോറ്റു. യെസ്. കോഴി നടന്നിട്ട് ജയിച്ചു. കോഴിക്ക് രണ്ടാം സമ്മാനം കിട്ടി. ആമ മൂന്നാമതെത്തി. മുയലോ ഉറങ്ങിയിട്ട് തോറ്റുപോയി. അപ്പൊ ഇതിൽ ആരാം എടുക്കാൻ? ആരാം തോറ്റാള്? മുയൽ എന്താ തോൽക്കാൻ കാരണം? ഉറങ്ങിയ കാരണം. ജയിച്ചതാരാ? മങ്കി ആമ ഒരാള്. മങ്കിക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത്. റേസ് എന്ന് വെച്ചാൽ മത്സരം. മങ്കിക്ക് ഒന്നാം സമ്മാനം കിട്ടി. അപ്പൊ ഇനി ആക്ടിവിറ്റീസ് നല്ല എല്ലാരും ചെയ്യാട്ടാ. എല്ലാരും വീഡിയോ കാണണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാരും ബെല്ലമർത്താൻ മറക്കല്ലേ. ലവ് യു ആൾ. ഞാൻ ദർശന്റെ അമ്മമ്മയാണ്. ഞാനിവനിപ്പോൾ ഒരു സംസാരിക്കാനുള്ളൊരു പ്രാക്ടീസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു പിക്ചർ കാണിച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാന്നുള്ളതാണ് ടാസ്ക്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്ത കാർഡാണ്, എങ്കിലും അവന് അത്യാവശ്യം നന്നായിട്ടൊക്കെ പറയാൻ പറ്റി. ഞാൻ ഇതേപോലെ ഒരുപാട് കാർഡുകൾ വെച്ചിട്ട് അവന് പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. ഇപ്പൊ ദർശന ഈ കാർഡ് വെച്ചിട്ട് പറയിപ്പിച്ചത് കാണുമ്പോൾ പലർക്കും തോന്നും ദർശന ഇതിനേക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നതല്ലേ, പിന്നെ എന്തിനാണ് അവൻ ഇത്രയും വളരെ ചെറിയ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നതെന്ന് തോന്നിയേക്കാം. പക്ഷെ അത് ഫാക്ട് അങ്ങനെയല്ല. ദർശു എന്ന് പറയുന്ന ആള് ഒന്നും സംസാരിക്കാത്ത ഒരു കുട്ടിയായിരുന്നു. അവൻ വളരെ കുറച്ച് നാളുകളായിട്ടുള്ള സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അവൻ പറയാത്ത കാര്യങ്ങൾ പറയുകയും വാക്കുകളൊക്കെ പുതിയതായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് വളരെ ഈസിലി അവൻ സംസാരിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങൾ അവൻ മിക്കവാറും ഒരു വാക്കിൽ തന്നെ അവസാനിപ്പിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇതൊക്കെ പണ്ട് നമ്മൾ അവനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ വീണ്ടും അതെടുത്ത് ഒന്നും കൂടെ അവന്റെ ഡിസ്ക്രിപ്റ്റീവ് നോളജ് ഒന്നും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. അപ്പൊ അവൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മിക്കവാറും ഇതിപ്പോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മങ്കി, റൂസ്റ്റർ, ടോട്ടേഴ്സ് അങ്ങനെ മാത്രം പറഞ്ഞ് അവൻ അവസാനിപ്പിക്കും. പക്ഷെ കുറച്ചും കൂടി ഇലാബറേറ്റീവ് ആയിട്ട് സംസാരിക്കണം, കുറച്ചും കൂടെ ഡെപ്തിൽ സംസാരിക്കാനായിട്ട് അവനൊന്നും കൂടെ കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.